ഞങ്ങൾ ആദ്യം മനസ്സിലാക്കിയത് ഒപ്പിടാൻ പോകുമ്പോൾ ജനങ്ങൾ ലത്തീഫിന്റെ ആളുകൾ പോലും ചിലപ്പോൾ എതിർപ്പാ. പക്ഷേ ലത്തീഫിന്റെ ആളുകൾ പോലും ഇതിൽ ഒപ്പിട്ട് തരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മഞ്ചേരി നിയോജക മണ്ഡലത്തിലെ ഈ 5 വർഷക്കാലത്തിലെ വികസന മുരടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധ സമരങ്ങൾ സജീവമാണ്. പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള സമരങ്ങൾ തുടർക്കഥയാണ്. അതിന്റെ തുടർച്ചയെന്നോണം മഞ്ചേരി നിയോജക മണ്ഡലം BJP കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് 100 കണക്കിന് പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ വലിയ ഒരു സമരം സംഘടിപ്പിച്ചിരുന്നു. നമ്മളോടൊപ്പം ഈ ഒരു സമരത്തെ കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന കമ്മിറ്റി അംഗം സജി ശങ്കറും മറ്റ് മണ്ഡലം സംസ്ഥാന ജില്ലാ ഭാരവാഹികളും കൂടെയുണ്ട്. എന്തായാലും വലിയ ഒരു സമരത്തിനാണ് ഇന്ന് 100 കണക്കിന് പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ BJP നേതൃത്വം നൽകിയത്. എങ്ങനെയാണ് തുടർന്നുള്ള സമര പരിപാടികൾ? ഞങ്ങളെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വോട്ട് വർദ്ധിപ്പിക്കുന്ന പാർട്ടിയാണെന്നാണ് കേരളത്തിലെ പൊതുവെ ചർച്ച. ഈ തെരഞ്ഞെടുപ്പില് ഭാരതീയ ജനതാ പാർട്ടി ഉയർത്തിയുള്ള മുദ്രാവാക്യം ഞങ്ങൾ ജയിക്കും, ഞങ്ങൾ ഭരിക്കും എന്നുള്ളതാണ്. കേരളത്തിന്റെ മുഖച്ഛായ മാറുകയാണ്. കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ദേശീയതയോടൊപ്പം ചേരുന്ന തെളിവാണ് ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ അഭൂതപൂർവമായിട്ടുള്ള വളർച്ചയും വലിയ തരത്തിലുള്ള വിജയസാധ്യതകളും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇന്ന് സംസ്ഥാനത്തിന്റെ അനന്തപുരിയുടെ കവാടത്തിൽ ഭരണം നടത്തുന്ന പാർട്ടിയാണ്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഗുജറാത്തിൽ തുടങ്ങിയിട്ടുള്ള ഭരണം ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഭരണത്തെത്തിയിട്ടുണ്ടെങ്കിൽ ഈ സംസ്ഥാനത്തിന്റെ സ്ഥിരാകേന്ദ്രത്തിൽ തുടങ്ങിയിട്ടുള്ള ആ തുടക്കം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ എല്ലാ നിയോജകമണ്ഡലം വ്യാപിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഞങ്ങൾ കൊടുക്കുന്ന ഈ നേതൃത്വ സമരം അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സമരം മാത്രമല്ല, ഇത് ബഹുജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. MLA കഴിഞ്ഞ 5 വർഷം ഭരിച്ചുള്ള MLA മാർ എന്താണ് ഈ മണ്ഡലം നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ, എന്താണ് അവർ ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ആ മാനിഫെസ്റ്റോയിലുള്ള കാര്യം എത്ര പാലിക്കപ്പെട്ടു, ഈ കാര്യങ്ങൾ പരിശോധിക്കാനുള്ള അവസരമായിട്ടാണ് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കാണുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഭാരതീയ ജനതാ പാർട്ടി ജയിക്കും, ഭരിക്കും എന്നുള്ള രീതിയിലേക്കുള്ള മുന്നേറ്റമാണ് ഈ നിയമസഭയെ കുറിച്ച്. മഞ്ചേരി MLA അഡ്വക്കേറ്റ് UA ലത്തീഫ് പറയുന്നത് മഞ്ചേരി മണ്ഡലത്തിൽ 634 കോടി രൂപയുടെ വികസനം കൊണ്ടുവന്നു എന്നാണ്. ആ ഒരു വികസനം നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കുന്നു? ഞങ്ങള് ഇവിടെ MLA-ക്ക് ഒരു കുറ്റപത്രമാണ് സമർപ്പിച്ചത്. ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുന്ന വിശ്വസിക്കുക, ജനങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാക്കരുത്. ഇവിടെ 634 കൊടുക്കാൻ അതിൽ കൂടുതൽ കോടികൾ കൊടുത്തുള്ള നരേന്ദ്രമോദി ഗവൺമെന്റ് കൊടുത്തിട്ടുള്ളത്. ഇവിടുത്തെ കോടികൾ 634 ഈ സംസ്ഥാനത്ത് കോടാനുകോടി ശതകോടികളുടെ വികസനവും നടത്തിയിട്ടുള്ളത് നരേന്ദ്രമോദി ഗവൺമെന്റ്. ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത് ദേശീയപാത അടക്കമുള്ള ഇവിടുത്തെ അടിസ്ഥാന വികസനങ്ങൾക്കെല്ലാം പണം കൊടുത്തുള്ള ഗവൺമെന്റ് നരേന്ദ്രമോദി ഗവൺമെന്റാ. അത് ലത്തീഫിന്റെ അക്കൗണ്ടിലും അല്ലെങ്കിൽ ഇവിടെയുള്ള മറ്റുള്ള MLA-മാരുടെ അക്കൗണ്ടിലും വെക്കുന്ന തെറ്റൊന്നുമില്ല. കാരണം നരേന്ദ്രമോദി കൊടുക്കാനുണ്ടല്ലോ. ഞങ്ങൾക്കിവിടെ വികസനത്തിൽ വിവേചനമില്ല നരേന്ദ്രമോദി BJP ഗവൺമെന്റ്. അതുകൊണ്ട് 634 കോടി അദ്ദേഹം അക്കൗണ്ടിൽ വെച്ചോട്ടെ. പക്ഷെ അത് ജനങ്ങളുടെ മുമ്പിൽ പറയുമ്പോൾ ഏത് അക്കൗണ്ടിൽ നിന്ന് പണമാണ് എന്നുകൂടി പറയാൻ അദ്ദേഹം സൗമനസ്യം കാണിക്കും. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശിവസേന മഞ്ചേരി സീറ്റ് ചോദിച്ചായി അറിയാൻ സാധിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം NDA ആണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നേരിടുന്നത്. സ്വാഭാവികമായിട്ടും ഒരു 3ാം മുന്നണി എന്ന രീതിയിൽ ഈ പാർട്ടിയിലുള്ള എല്ലാ ഘടകകക്ഷികളിലും പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഡൽഹിയിലാണുള്ളത്. അതിൽ ഘടകകക്ഷികളുടെ എല്ലാവർക്കും അർഹമായ പ്രാതിനിധ്യം കൊടുക്കും. അത് മഞ്ചേരി കൊടുക്കുമോ മറ്റുള്ള ദേശീയ നേതൃത്വമാണ് തീരുമാനിക്കുക. അവരുടെ സംസ്ഥാന ഘടകത്തിന്റെ പ്രപ്പോസൽ അതിനനുസരിച്ചാണ് കാര്യങ്ങൾ. ഞങ്ങളിന്ന് തുടക്കം കുറിച്ചുള്ള ഈ സമരം, ഇവിടുത്തെ ലത്തീഫ് MLA-ക്കെതിരെ തുടക്കുന്ന സമരം, ഇത് ഔപചാരികമായിട്ടുള്ള എല്ലാ കാലവും പറഞ്ഞ തുടക്കം എന്ന് പറഞ്ഞാൽ തുടക്കം മാത്രമല്ല, സംസ്ഥാന തലത്തിൽ തീരുമാനിച്ചിട്ടുള്ള സമരപരമകളുടെ ആദ്യത്തെ ദിവസമാണെന്ന്. വരും ദിവസങ്ങളിൽ ബൂത്ത് അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആദ്യം മനസ്സിലാക്കിയത് ഒപ്പിടാൻ പോകുമ്പോൾ ജനങ്ങൾ ലത്തീഫിന്റെ ആളുകൾ പോലും ചിലപ്പോൾ എതിർപ്പാ. പക്ഷേ ലത്തീഫിന്റെ ആളുകൾ പോലും ഇതിൽ ഒപ്പിട്ട് തരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇതേ രീതിയിൽ ബൂത്ത് തലത്തിൽ ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രവർത്തനം നടക്കും. തൊട്ട് അടുത്ത ദിവസം ഇദ്ദേഹം നേരത്തെ സൂചിപ്പിച്ച 664 കോടി അടക്കമുള്ള കാര്യങ്ങൾ എവിടെ ചെലവഴിച്ചു, പണം എവിടെ നിന്ന് വന്നു, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ജനങ്ങളുടെ മുമ്പിൽ മറുപടി പറയേണ്ടതില്ല ശക്തമായ സമരങ്ങൾക്ക് ഭാരതീയ ജനതാ പാർട്ടി NDA നേതൃത്വം. 100 കണക്കിന് BJP പ്രവർത്തകരുടെ സാന്നിധ്യത്തിലാണ് ഇന്ന് വലിയ ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. മഞ്ചേരി MLA-ക്കെതിരെയുള്ള സമരം തുടരുമെന്നും ഈ സമരം ഒരു തുടക്കമാണെന്ന് കൂടെ ഇവരെല്ലാവരും പറഞ്ഞു വെക്കുകയാണ്. മഞ്ചേരിയിൽ നിന്നും ക്യാമറമാൻ ഷനു അരീക്കോടിനൊപ്പം അജ്നാസ് കുടരഞ്ഞി, ചാനൽ 10 മഞ്ചേരി. കല്യാണം കഴിഞ്ഞ് കുറച്ചു കാലം ഫാമിലി പ്ലാനിങ് ഒക്കെ ആണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ പതിയെ എല്ലാവർക്കും കാര്യം മനസ്സിലായപ്പോൾ ആ പ്ലാനും കൈവിട്ടു. കുട്ടികളില്ലാത്തതിനേക്കാളും വിഷമമാണ് കുട്ടികളായില്ല എന്നുള്ള ചോദ്യം സഹിക്കുന്നത്. ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനെ കുറിച്ച് പറയുന്നത്. വിശേഷത്തിന് തുടക്കമാവുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.